ഉത്തമഗീതം അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ ആർദ്രത വീഞ്ഞിലും മഹത്താകുന്നു. നിന്റെ തൈലപരിമളം അതിമോഹനീയം. നിന്റെ പേരോ ഊറിൻ തൈലമെന്നല്ലോ. ആകയാൽ യുവതികൾ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ ആകർഷിച്ചാലും നമുക്ക് ഓടിപ്പോകാം. രാജാവേ, നിന്റെ പള്ളിയറയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നിൽ സന്തോഷിച്ചാനന്ദിക്കട്ടെ. വീഞ്ഞിലും അധികമായി നിന്റെ പ്രേമത്തെ ഞങ്ങൾ സ്മരിക്കും. നിന്റെ സ്നേഹത്തെ ഞങ്ങൾ നേരോടെ ഓർക്കും. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ വിധാനങ്ങൾ പോലെയും ഞാൻ മനോഹരിയാകുന്നു. ഞാൻ കറുത്തവളാകയാൽ എന്നെ തുറിച്ചു നോക്കരുത്. വെയിലേറ്റാണ് ഞാൻ കറുത്തുപോയത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് ശണ്ട കൂടി എന്നെ മുന്തിരിത്തോപ്പ് കാവൽക്കാരിയാക്കി. എൻ്റെ സ്വന്തം മുന്തിരിത്തോപ്പ് ഞാൻ കാത്തില്ല. എൻ്റെ ഉള്ളം പ്രേമിച്ചതാരെയോ ആയവനെ എന്നെ കാണിച്ചു തരിക. നീ എങ്ങനെയാണ് ആടുമേയ്ക്കുന്നത്? എവിടെയാണ് മധ്യാഹ്നത്തിൽ അവയെ കിടത്തുന്നത്? ഞാൻ നിന്റെ ആട്ടിൻപറ്റത്തിൽ തെറ്റിയവളെ പോലെ ആയിരിക്കുന്നതെന്ത്? സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ, നിനക്കറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിൻ്റെ കാൽപ്പാടുകൾ നോക്കി ചെന്ന് ഇടയ കൂടാരങ്ങളുടെ സമീപം നിന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. എൻ്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരകളോട് നിന്നെ ഞാൻ സാമ്യപ്പെടുത്തുന്നു. നിന്റെ കവിൾത്തടങ്ങൾ രത്നാഭരണങ്ങൾ കൊണ്ടും നിന്റെ കഴുത്ത് സ്വർണമാലകൾ കൊണ്ടും മനോഹരമായിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് സ്വർണമാലയും വെള്ളിമണികളും ഉണ്ടാക്കാം. രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ നർദീൻ സുഗന്ധതൈലം അതിൻ്റെ സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എൻ്റെ പ്രിയൻ എനിക്കൊരു മൂറിൻ കെട്ടുപോലെ എൻ്റെ സ്തനമധ്യേ രാത്രി കഴിച്ചു കൂട്ടും. എൻ്റെ പ്രിയൻ എനിക്ക് എൻ ഗതി തോട്ടത്തിലെ പൂക്കുല പോലെയാകുന്നു. എൻ്റെ പ്രിയേ, നീ സുന്ദരി തന്നെ. നീ അതികോമള തന്നെ. നിന്റെ കണ്ണുകൾ പ്രാവിൻ്റെ കണ്ണുകൾ പോലിരിക്കുന്നു. എൻ്റെ പ്രിയേ, നീ സുന്ദരിയാകുന്നു, സന്തോഷദായകിയുമാകുന്നു. നമ്മുടെ ശയ്യയും പച്ചയായിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ ഉത്തരങ്ങൾ ദേവദാരുവും കഴുക്കോലുകൾ സരളവൃക്ഷ തടികളുമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.